ഹലോ എവ്രിവൺ. അപ്പം ഞാനും ചേട്ടായി DJയും കൂടെ സ്ലെഡ്ജ് ചെയ്യാൻ വന്നേക്കുവാണ്. ബാഡ് ട്യോൾസ് എന്ന് പറയുന്നത് മ്യൂണിക്കിൽ നിന്ന് ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ല, 60 കിലോമീറ്റർ 50 കിലോമീറ്റർ ഏകദേശം അത്ര. അപ്പം ഞങ്ങൾ പോയിട്ട് സ്ലെഡ്ജ് ചെയ്തിട്ട് വരാം അല്ലേ? സ്ലെഡ്ജ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇതെങ്ങനെ കാണിക്കാണ്ടിരിക്കും, കാരണം അത്ര രസമുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന വൂൾഫ്, നമ്മുടെ ചെന്നായ അല്ലെങ്കിൽ കുറുക്കൻ, അങ്ങനെ ഒരു ആളെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇച്ചിരി ദൂരെയായിരുന്നു. ഈ സ്ഥലം മ്യൂണിക്കിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. പക്ഷേ മ്യൂണിക്കിലത്തെ വെതറുമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ കാണുന്ന പോലെ ഭയങ്കര ഫോഗി ആൻഡ് ഫ്രോസ്റ്റ് ഉള്ളൊരു ഏരിയ ആയിരുന്നു. ഈ ഡ്രൈവ് ആക്ച്വലി ഞങ്ങൾ 3 പേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് ആക്ച്വലി ഞങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. സ്ലെഡ്ജ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രമാത്രം ഫോഗി ആയിരിക്കുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ലായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പം ഞങ്ങൾ അവിടെ എത്തി. അവിടെ എല്ലാം എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അവിടുത്തെ ബോർഡ് വെച്ചിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ക്ലിയർ ആവാത്തതുകൊണ്ട് പിന്നെ അവിടുത്തെ ഒരു മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബേസിക്കലി സ്ലെഡ്ജിങ് എന്താണെന്ന് വെച്ചാൽ മഞ്ഞുണ്ടാവും, മഞ്ഞിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്ലെഡ്ജ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഒരു വുഡൻ സംഭവമുണ്ട്, ഒരു സീറ്റ്. അതിൽ കൂടെ നമ്മളിങ്ങനെ മഞ്ഞിൽ കൂടി ഇങ്ങനെ തെന്നി താഴേക്ക് വരുന്ന ഒരു ഇറക്കം ഉണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുന്നത്. സ്കീയിങ് പോലെ ഒരു എക്സ്പെർട്ടീസ് വേണ്ട ഒരു കാര്യമല്ല. നമുക്ക് തന്നെ ആദ്യമായിട്ട് ആരുടെ എക്സ്പേർട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ലെവലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മളങ്ങനെ ബാഡ് ട്യോൾസ് എത്തി. വണ്ടി ഇത് എവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടായും DJയും അവിടെ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. സ്നോ കാണിക്കാൻ വേണ്ടി കേട്ടോ. ജസ്റ്റ് ഇവിടെ നമ്മളുടെ ടിക്കറ്റ് എടുക്കാൻ സ്ഥലമൊക്കെ മുകളിലാണ്. നല്ല കട്ടയ്ക്ക് സ്നോ, ആക്ച്വലി സ്നോ കുറച്ച് ഐസി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വണ്ടി കാണുന്നില്ലേ? മുകളിലോട്ട് പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. നമ്മൾക്ക് മുകളിലേക്ക് കേബിൾ കാർ പോലെ ഒരു സാധനത്തിൽ പോകാൻ പറ്റും. എന്നിട്ട് സ്ലെഡ്ജ് ചെയ്ത് താഴേക്ക് വരാം. സ്ലെഡ്ജിങ് സീറ്റ്, ഈ കാണുന്ന വുഡൻ സീറ്റ് ആക്ച്വലി ഒരു ദിവസത്തേക്ക് റെൻറ്റിന് എടുക്കുകയാണ് ചെയ്യുന്നത്. 33 യൂറോയാകും. തിരിച്ച് നമുക്ക് 25 യൂറോ നമ്മൾ സ്ലെഡ്ജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്തിട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേബിൾ കാർ പോലത്തെ സംഭവത്തിൽ കയറി മുകളിലേക്ക് പോവും. അവിടുന്ന് സ്ലെഡ്ജ് ചെയ്ത് താഴേക്ക് വരാം. കറക്റ്റ് എൻക്വയറി ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് തന്നെ അത്യാവശ്യം നല്ലൊരു ഡീപ്പായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു സ്ലെഡ്ജിങ് റൂട്ടായിരുന്നു. പിന്നെ ഈസി റൂട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ ആദ്യത്തെ ലെവൽ സ്ലെഡ്ജിങ് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തത് ഈസി റൂട്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു സാധനത്തിൽ കയറി കേട്ടോ നമ്മൾ പോകുന്നത്. അതിൽ കയറുന്ന യൂഷ്വലി കേബിൾ കാറിലൊക്കെ നമ്മൾ ഇരിക്കുമ്പം ഒരു ഗ്ലാസ് കവറിങ് ഉണ്ടാകുമല്ലോ, അതൊന്നും ഇല്ലാണ്ട് ആദ്യമായിട്ടായിരുന്നു ഇരിക്കാൻ പോകുന്നത്. അപ്പം പേടി ഉണ്ടാകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഒരാൾക്ക് 9 യൂറോയുടെ ടിക്കറ്റാട്ടോ എടുത്തത്. അപ്പം നമ്മൾക്ക് ഒരു തവണ മുകളിലോട്ട് പോവാം, താഴേക്ക് സ്ലെഡ്ജ് ചെയ്ത് വരാം അങ്ങനെ. പിന്നെ അവിടെ 10 തവണ ചെയ്യുന്നതിന് 30 യൂറോ അങ്ങനെയൊക്കെ പറഞ്ഞ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമല്ലേ, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. അത് ചേട്ടായി പോകുന്നുണ്ട്. നമ്മുടെ സ്ലെഡ്ജിങ് സാധനം സീറ്റ് നമ്മുടെ ഈ കേബിൾ കാറിൻ്റെ പുറകിൽ അവർ ഓൾറെഡി ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് കയറിയിരുന്ന് മുകളിലോട്ട് പോകണം. ആ മുകളിലോട്ടുള്ള ജേർണിയും അടിപൊളിയായിരുന്നു. ആ ചേട്ടായി കയറിയിരുന്ന് പോകുന്നുണ്ട്. ആക്ച്വലി നമ്മൾക്ക് ഒത്തിരി തിങ്ക് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. വരുന്നു, കയറിയിരിക്കുന്നു, പോകുന്നു. നമ്മളങ്ങനെ ഈ സാധനത്തിൽ കയറി. അങ്ങോട്ട് പുറകെ ആൾക്കാർ വരുന്നുണ്ട്, മുന്നിൽ ചേട്ടായി ഉണ്ട്. ഞാൻ ഈ വ്യൂ കാണിച്ചു തരാം. ചേട്ടായി ഏതാ മുന്നിൽ പൊക്കോണ്ടിരിക്കുന്നു, ഞങ്ങൾ പുറകെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മുടെ സ്ലെഡ്ജിങ്ങിൻ്റെ സാധനം ഈ സീറ്റിന് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അത്ര ഹൈറ്റൊന്നുമില്ല, പേടിയൊന്നും തോന്നുന്നില്ല. പേടിക്കുമോയെന്നൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ പേടി തോന്നുന്നില്ല. പേടിയില്ല, അത്ര ഹൈറ്റിലല്ല പോകുന്നത്. ഇവിടെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തായാലും നമ്മൾക്ക് മുകളിൽ പോയിട്ട് സ്ലെഡ്ജ് ചെയ്ത് താഴ്ത്തു വരും. എനിക്കൊന്ന് സ്ലെഡ്ജ് ചെയ്ത് മൾട്ടിപ്പിൾ സ്ലെഡ്ജ് ഓപ്ഷൻ സെലക്ട് ചെയ്തത് കണ്ടു. സൺഗ്ലാസ് വേണമായിരുന്നു. കണ്ണിന് ആക്ച്വലി നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്തോട്ട്. ഈ പോക്ക് തന്നെ നല്ല രസമുണ്ടല്ലേ DJ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടൊരു യെല്ലോ ട്രാക്ക് ഉണ്ടല്ലോ, അതാണ് സമ്മർ സീസണിൽ നമുക്ക് ടൊബോഗാൻ റൈഡ് ചെയ്ത് വരാൻ പറ്റുന്നത്. സമ്മർ ആകുമ്പം ചെയ്യാനും അടിപൊളിയായിരിക്കും. ഇത് നമ്മൾ വരുന്ന വഴിക്ക് കേബിൾ കാർ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 സൈഡിലും അത്യാവശ്യം മരങ്ങളുണ്ട്. ഫോറസ്റ്റ് പോലെയല്ല, എന്നാലും അത്യാവശ്യം മരങ്ങളുണ്ടായിരുന്നു. അവരിങ്ങനെ ഒരു കേബിൾ കാറിന് പോകാൻ വേണ്ടി മാത്രം ഇവിടെ മരം കട്ട് ചെയ്ത് ഒഴിവാക്കിയേക്കുന്നത്. യൂഷ്വലി എല്ലാ എന്താ പറയണ്ടേ, വിൻ്റർ ആകുമ്പം എല്ലാ മലയിലും ഇങ്ങനെ സ്നോ വീണ് കിടക്കുമ്പം നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ്ലി എല്ലാ മലയിലും
എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ കേബിൾ കാറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്. അപ്പം നമുക്ക് ആ റൂട്ട് എപ്പോഴും ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മരങ്ങളുടെ ഇടയ്ക്കൂടെ. ഞാൻ ചുമ്മാ ടൈം ലാപ്സ് എടുത്താണ് ഫാസ്റ്റായിട്ട് നമ്മൾ മുകളിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി. അങ്ങനെ ഓൾമോസ്റ്റ് മുകളിലെത്തി. ഇനി അവിടെ നിന്ന് ഇറങ്ങണം. അതെങ്ങനെയാണ് ഇറങ്ങണ്ടേന്നുള്ള ഇൻസ്ട്രക്ഷൻ അയാൾ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഇത് സ്റ്റോപ്പാവുന്നു, നമ്മൾ ഇറങ്ങുന്നു, പോകുന്നു അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ ഓടി ഇറങ്ങണം. ഈ സംഭവം കണ്ടിന്യൂസ്ലി പൊയ്ക്കൊണ്ടിരിക്കും, ഈ സീറ്റ്സ് കണ്ടിന്യൂസ്ലി ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ വേഗം ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പം ഞങ്ങൾ ചേട്ടായി എങ്ങനെ ഇറങ്ങുന്നതെന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെ ഇറങ്ങി. ഇവിടെ തൊട്ടാണ് നമ്മുടെ സ്ലെഡ്ജിങ്ങിൻ്റെ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിലായല്ലോ, നമ്മൾ ഇത്രയും മുകളിലേക്ക് കയറി വന്നു, ഇനി അത്രയും താഴേക്ക് നമുക്ക് സ്ലെഡ്ജ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, I guess, but I'm not sure. ആ കാണുന്ന രണ്ടുപേർ ആക്ച്വലി നമുക്ക് ടിക്കറ്റ് എടുക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ അവരോട് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചേട്ടായി കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, ഞാൻ DJ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. ഒരു ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു സംഭവമായിരുന്നു സ്ലെഡ്ജിങ്. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ചേട്ടായി അതാ പോയി. ഇപ്പോൾ DJയും പോകും. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നുകൊണ്ട് ഞാനാണ് ലാസ്റ്റ് പോയത്. പിന്നെ നമുക്ക് ഇങ്ങനെ സ്ലെഡ്ജ് ചെയ്യുന്ന വീഡിയോ ആക്ച്വലി എടുക്കാൻ പറ്റത്തില്ല, കാരണം അത്യാവശ്യം ഡേഞ്ചറസ് എന്നല്ല, എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞ് വന്നു. 2 തവണ വെച്ച് ഞങ്ങൾ എല്ലാവരും വീണു. പക്ഷേ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് വീഴ്ചയൊന്നുമല്ല, പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആദ്യത്തെ തവണ വന്നപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പഠിച്ചു. സോ 3 തവണയും കൂടെ പോകാനുള്ള ടിക്കറ്റ് എടുത്തു. അടുത്ത ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഞാൻ ചുറ്റും ഒന്ന് കാണിച്ചു തരാം. ഇതുവഴി ഇപ്പം മുകളിലോട്ട് കയറും നമ്മൾ. എന്നിട്ട് എഗെയിൻ 3 തവണ ചെയ്യും. ആൾക്കാർ പോകുന്നുണ്ടോ? നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പോകാൻ പോവാണ്. മേ ബി ഇച്ചിരി കഴിയുമ്പോൾ സൺലൈറ്റ് കാണില്ല. ഞങ്ങൾ 3 തവണ പോയിട്ട് വരാം. ഈ വീഡിയോയിലത്തെ ഓഡിയോ കംപ്ലീറ്റ്ലി ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം, ബിക്കോസ് നമ്മൾ ഗ്ലൗസ് കൂട്ടി ഫോൺ പിടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മൈക്ക് ക്ലോസ് ആയി പോകുന്നുണ്ട്. അതാട്ടോ ഒറിജിനൽ ഓഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പം നേരത്തെ കാണിച്ച ആ സംഭവത്തിൽ കയറി ഞങ്ങൾ 3 പേരും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ഫുൾ സ്നോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് ആർട്ടിഫിഷ്യൽ സ്നോ ആണോ എന്ന് നോക്കി, പക്ഷേ അവിടെ സ്നോ മെഷീൻസ് ഒന്നും കണ്ടില്ല. ഇത് ഞാൻ വെറുതെ കയറി വരുന്നത് DJ വീഡിയോ എടുത്തതാണ്. ഈ സാധനത്തിൽ കയറി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല ഇരിക്കാൻ വേണ്ടി. കുഷ്യനിങ് ഒന്നും ഇല്ലാത്തൊരു സീറ്റാണ്. നമ്മൾ ആ സ്ലെഡ്ജ് സീറ്റും നമ്മൾ വലിച്ചുകൊണ്ടാണല്ലോ വരുന്നത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷേ മുകളിലെത്തുമ്പം നമ്മൾ കാല് ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങണം, ആ സംഭവം വേഗം മുകളിലോട്ട് പോകും. അപ്പം ആ ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. പക്ഷേ പേടിക്കാനൊന്നുമില്ല, എന്നാലും ഒരു പേടിയുണ്ടായിരുന്നു. അതാ അപ്പം DJ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇനി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റത്തില്ല. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ 2 കൈ എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പം ചേട്ടായി നേരത്തെ വന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അത് ഞാൻ വരുന്നുണ്ട്. ഒത്തിരി സ്പീഡിൽ വരാൻ പറ്റില്ല, കാരണം മുന്നിൽ തന്നെ ഒരു കൊച്ചുണ്ട്. അറിയാണ്ട് പോയിട്ട് കൊച്ചിനെ ഇടിക്കാണ്ടിരിക്കാൻ ഞാൻ ഇച്ചിരി മെല്ലെയാണ് വന്നത്. അങ്ങനെ നമ്മൾ 3 തവണ ചെയ്തു. സാധാരണ തിരിച്ചു കൊടുക്കാൻ DJ പോകുന്നുണ്ട്. അടിപൊളിയായിരുന്നു. 3 തവണ 3 എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ ഒക്കെ കണ്ടല്ലോ. ഞാൻ ചുറ്റും ഒന്നും കൂടെ കാണിച്ചു തരാം. സൺലൈറ്റ് ഓൾമോസ്റ്റ് പോകാനായി. 2 മണി കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഇവിടുത്തെ സൺലൈറ്റ് പോകാനായി. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാൻ പറ്റില്ല. ഞാനൊന്ന് ചുറ്റും കാണിച്ചു തരാം. നല്ല അടിപൊളി സ്നോ പോലെ തോന്നുമെങ്കിലും ഫ്രോസ്റ്റാണ്, കണ്ടോ? ഐസാണ്. ഫ്രോസ്റ്റും പോട്ടെ, ഐസാണ്. ഒന്നും കൈയൊന്നും കയറില്ല. ആ കിടക്കുന്ന കാണുമ്പോൾ നമുക്കിങ്ങനെ പൊട്ടി വരുന്ന തോന്നിയാലും ഒന്നും വരില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏരിയ. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇതാട്ടോ സ്ലെഡ്ജ് ചെയ്യുന്ന സാധനം. ജർമ്മൻസിന് പൊതുവെ അത് സ്വന്തമായിട്ടുണ്ടായിരിക്കും. ഇവിടെ കിഡ്സിന് ചെറിയൊരു കളിക്കാനൊരു സ്ഥലമുണ്ട്. പിന്നെ ആ കാണുന്നൊരു റെസ്റ്റോറൻ്റ് ആണ്, ആൾക്കാർക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ കാണുന്ന ക്യൂ ആക്ച്വലി നമ്മൾ നേരത്തെ ആ സാധനം കയറി വന്നില്ലായിരുന്നോ, ആ സംഭവം, അത് കയറി വന്നതിലേക്ക് പോകാൻ വേണ്ടി. ഓ മൈ ഗോഡ്, ഒരു കൊച്ചു വീണു കണ്ടോ, വീണിട്ടും കിടന്ന് ചിരിക്കുക. അപ്പോൾ ഇത്രയും ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ക്യൂ ഇല്ലായിരുന്നു. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ആൾക്കാർ കൂടുന്തോറും സേഫ്റ്റിക്കൊരു ഇതുണ്ട്. സേഫ്റ്റി എന്ന് പറയുമ്പം ബേസിക്കലി നമ്മളെ ആൾക്കാർ വന്ന് ഇടിക്കാനുള്ള ചാൻസ്. എനിക്ക് ഇടി കിട്ടിയില്ല, ഞാൻ ആരും ഇടിച്ചുമില്ല. പക്ഷേ വേറെ ആൾക്കാർ ഇടിക്കുന്നതാണ് ഞാൻ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ സംഭവത്തിന് ബ്രേക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ ഇടി കിട്ടും. അപ്പോൾ വലിയ ഡേഞ്ചറസ് അല്ലെന്ന് തോന്നുന്നു. ഇടി കിട്ടിക്കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ
ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അന്നേരം എനിക്ക് പേടിയുണ്ട്, എനിക്കിട്ട് ഇടി കിട്ടുന്ന ഓർത്തിട്ട് പേടിയുണ്ട്. ഞാൻ പിന്നെ ആരും പോയി ഇടിക്കൂലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ ചാടും. ഞാനങ്ങനെ ഓൾറെഡി ചാടിയിട്ട് ഒരു സൈഡ് ഞാൻ സ്നോയിലോട്ട് ചാടി. എൻ്റെ സ്ലെഡ്ജിങ്ങിൻ്റെ ആ സംഭവം ഉരുണ്ട് കുറേ മീറ്റേഴ്സ് പോയി. DJ ആക്ച്വലി എന്നെ വെയിറ്റ് ചെയ്ത് താഴെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് DJനെ കാണാം. DJ വെയിറ്റ് ചെയ്യുമ്പോൾ താഴെ സംഭവം മാത്രം ഉരുണ്ട് വരുന്നുണ്ട്, എന്നെ കാണുന്നില്ല. അതാ ആ സാധനം അത് മാത്രമായിട്ട് ഉരുണ്ട് പോകുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ കുറേ ഫണി എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി പഠിച്ചു, പക്ഷേ മസിൽ പെയിൻ ഉണ്ട്. സ്ഥിരം ചെയ്യാത്തതിന് മസിൽ പെയിൻ ഉണ്ട്. സോ ഇനി ഒരു 2 weeks കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇവിടെ വരാമെന്നുള്ള ഡിസിഷനിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാറ്. ലൈഫിൽ ഫസ്റ്റ് ടൈം സ്ലെഡ്ജിങ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. 3 തവണ ചെയ്തു. ഓരോ തവണത്തെ ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം നല്ല പേടിയായി, പിന്നെ ഓക്കെ ഓഡിയോ കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ശരിക്കും ആദ്യത്തേത് 2 കിലോമീറ്റർ എങ്ങാണ്ട് സ്ലെഡ്ജ് ചെയ്ത് വരണമായിരുന്നു. ഭയങ്കര കൂടിയ ലെവലായിരുന്നു, അറിയാണ്ട് നമ്മൾ പോയത്. പക്ഷെ ഫണ്ണായിരുന്നു. എത്ര തവണ വീണു? 2 times. ഞാനും ചേട്ടായി എല്ലാവരും 2 തവണ വെച്ച് വീണു. നമ്മുടെ പാൻറ് അങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാർ തലയിൽ ഗോപ്രോ ഉണ്ട്. നെക്സ്റ്റ് ടൈം അങ്ങനെയൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. ചേട്ടായോട് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടയുടെ ലൈഫിൽ? രണ്ടാമതല്ലേ സ്ലെഡ്ജിങ്? ഫസ്റ്റ് റൈഡ് നന്നായിരുന്നു, സെക്കൻഡ് കുറച്ച് ഷോർട്ട് ആയിപ്പോയി. ഇറ്റ് വാസ് ഫൺ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എത്ര തവണ വീണു? 2 തവണ. എല്ലാത്തിനും 2 തവണ വീണു. ഫസ്റ്റ് റൈഡിൽ 2 വട്ടം വീണു. പിന്നെ വീണില്ല. യെസ്. അതുപോലെ സ്ലെഡ്ജ് ചെയ്യാൻ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം പറയാം. നമ്മളൊക്കെ നോർമൽ ജീൻസ് ഇട്ടിട്ടാണ് വന്നത്. കൂടുതൽ ആൾക്കാരും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പാൻറ് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് മനസ്സിലായി. സോ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ടൈം വരാൻ. റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാട്ടോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നോയ്സ് ഉണ്ടായിരിക്കും, എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെയോ ഒന്നല്ല മേ ബി ഈ പലതവണ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വിൻ്റർ ആകുമ്പോൾ ആക്ച്വലി ജർമ്മൻസ് ആരും വീട്ടിലിരിക്കാറില്ല. എല്ലാവരും പുറത്ത് വന്നിങ്ങനെ മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾക്കും നല്ലൊരു എക്സാമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക. സമ്മർ ആയാലും വിൻ്റർ ആയാലും ഏത് സീസൺ ആയാലും ഇവരെല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണ്. അത് കണ്ട് പഠിക്കാൻ എനിക്കും ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്ലെഡ്ജിങ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കണം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഒരു ഗ്യാപ്പ് വന്നു. ബൈ ബൈ.